എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് അധികം കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാനൊരു കോവയ്ക്ക ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മസാലകളൊക്കെ വ്യത്യസ്തമായിട്ട് ഇടാം, അപ്പോൾ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വരും. ഞാൻ അതിനകത്ത് പറഞ്ഞു തോന്നുന്നുണ്ട് വെണ്ടയ്ക്കയും ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 250 ഗ്രാം വെണ്ടയ്ക്കേനെ നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്, രണ്ടറ്റവും കണ്ടിച്ച് കളഞ്ഞിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വളരെ കനം കുറച്ച് അരിയണം. അപ്പോഴാണ് നമ്മൾ ആ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ മൊരിഞ്ഞു വരുള്ളൂ. അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം തന്നെ. ഉണ്ടല്ലോ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കണേ കേട്ടോ, അങ്ങനെ കനം കുറച്ചിട്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ 2-3 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ബേസിക് മസാലകൾ മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ. ഒരു ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ വരെ ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഞാനൊരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കടലപ്പൊടിയാണ്. കടലപ്പൊടിയും അരിപ്പൊടിയും വേണം. അപ്പോൾ ഞാൻ കടലപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണ് സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിലൊക്കെ എടുക്കുന്ന അരിപ്പൊടി മുതൽ തന്നെ നൈസ് പൊടിയായിരിക്കണം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. പിന്നെ ഈ വെണ്ടയ്ക്കൊക്കെ ഒരു വഴുവഴുപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ കോവയ്ക്കയിൽ ചേർക്കാത്തൊരു സാധനം ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം, വിനെഗർ അല്ലെങ്കിൽ നാരങ്ങനീര്, ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഒരു പുളി ചെല്ലുമ്പോൾ അതിൻ്റെ വഴുവഴുപ്പ് കുറച്ച് കുറയും. അപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കുറച്ച് വിനെഗർ ഒഴിച്ച് ഒരു 2 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കണക്കാക്കിയിട്ട് വിനെഗർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ആദ്യം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ 2ാമത്തെ ടീസ്പൂൺ കൂടി ഒഴിച്ച് കൊടുത്തു. ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് വെള്ളം വെണ്ടയ്ക്കയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ടി വരില്ല. അതല്ല വെണ്ടയ്ക്കയിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഒന്ന് കുഴയ്ക്കാനായിട്ട്. ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കരുത്, കുറച്ചിങ്ങനെ ഒന്ന് കുഴഞ്ഞ് തന്നെ ഇരിക്കണം. നമ്മുടെ വെണ്ടയ്ക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിനൊന്ന് വറുത്തെടുക്കാൻ. കോൺഫ്ലവർ ഇല്ലാത്തൊരു അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ കണ്ടില്ലേ, ഒന്ന് കുഴഞ്ഞ പോലെയാണ് ഇരിക്കണത്. അപ്പോൾ അതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരിപ്പൊടിയും ഇല്ലാന്നുണ്ടെങ്കിൽ റവ ആയാലും മതി കേട്ടോ. ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതിനെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എടുത്താൽ മതി, കാരണം എണ്ണ ഡാമേജ് ആയി പോകും ഇതിനകത്തു നിന്നുള്ള റെഡ് ചില്ലി പൗഡറൊക്കെ ചെന്നിട്ട്. അപ്പോൾ വളരെ കുറച്ച് എണ്ണയിൽ വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് നല്ലോണം മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിനെല്ലാത്തിനും വറുത്തെടുക്കാം. നമ്മുടെ ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ നല്ല സൈഡ് ഡിഷായിട്ട് കറുമുറ കടിക്കാൻ വേണ്ടിയിട്ട് നല്ല വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ, ഒരു പക്കാട പോലെയായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.